ഹലോ, ദിയക്കുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ട് എക്സൈറ്റഡ് ആയിട്ട് വണ്ടിയിലേക്ക് ഓടിപ്പോയി കയറുന്നതാണ്. വേറെ നല്ല ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. വലിയ സെലിബ്രേഷൻസ് ഒന്നുമില്ല, വളരെ ചുരുക്കം വിരലിലെണ്ണാവുന്ന ആളുകളുമായിട്ട്. കാരണം വർക്കിംഗ് ഡേ ആയിരുന്നു, ഉള്ള സെലിബ്രേഷനേ ഉള്ളൂ. സാധാരണ കേക്ക് നമ്മൾ വാങ്ങുന്നിടത്ത് നല്ല ഇപ്രാവശ്യം ചേച്ചി സർപ്രൈസ് ആയിട്ട് പറഞ്ഞതാണ്. പോണ വഴിയിൽ പറയാമെന്ന് പറഞ്ഞു. അവൾ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ്. അപ്പം പോണ വഴിക്ക് വിളിച്ചു, ഇന്ന സ്ഥലത്തോട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറവാലങ്ങാട് തന്നെയുള്ള ക്ലൗഡ് കേക്ക്, അവർക്ക് കുറവാലങ്ങാട് മാത്രമല്ല കേട്ടോ, തലവലപ്പറമ്പിലും മറ്റു കോതനല്ലൂർ, പിന്നെ അങ്ങനെ പലയിടത്തായിട്ട് അവർക്ക് ബ്രാഞ്ചുകളുണ്ട്. ഇപ്പോൾ പാലായിലും തുടങ്ങിയിട്ടുണ്ട് പുതിയത്. അപ്പോൾ അവിടേക്കാണ് ഇതെല്ലാം പറഞ്ഞത്. അവിടെ ചെന്നപ്പോഴേക്കും കേക്ക് റെഡി ആയിരുന്നു. അവൾക്ക് കസ്റ്റമൈസ് ചെയ്ത് അവളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു കേക്കാണ് റെഡിയാക്കിയിരുന്നത്. ക്ലൗഡ് കേക്കിനെ കുറിച്ച് പറയുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഏത് തരത്തിലുള്ള കേക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും. കേക്ക് മാത്രമല്ല, ചോക്ലേറ്റ്സും ഒക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റി കേക്കുകളും ചോക്ലേറ്റും ഒക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് അവിടെ നിന്ന് അവൈലബിൾ ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ആംബിയൻസ് തന്നെ വളരെ രസമാണ്. അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ പല വെറൈറ്റിയിലുള്ള കേക്കുകൾ പലർക്കായിട്ട് ചെയ്ത് വെച്ചത് അതിനകത്തുണ്ടായിരുന്നു, അല്ലാത്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിതൊക്കെ നോക്കി, പിന്നെ നമ്മൾ ഏത് വേണമെന്ന് പറഞ്ഞു അത് അവർ ചെയ്ത് തരും കേട്ടോ. അപ്പം നല്ല ടേസ്റ്റുള്ള കേക്കുകളാണ്. അപ്പോൾ നമുക്ക് അവിടെ നടന്നപ്പോഴേക്കും അവിടുന്ന് ഒരു പേസ്ട്രി ഒക്കെ കണ്ടപ്പോൾ, പലതരത്തിലുള്ള ഇരിക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് അതിലൊരെണ്ണം വേണം. അത് അവൾ അവിടെ വെച്ച് തന്നെ കഴിക്കാനായിട്ട് അവൾക്ക് മേടിച്ചു കൊടുത്തു. അപ്പോൾ അവളുടെ കേക്ക് ഇതാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര എന്താ പറയുക, ഇങ്ങനത്തെ ഓരോ കാർട്ടൂൺ കഥാപാത്രങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഓരോ ചോക്ലേറ്റും അതും ഇതുമൊക്കെ ഇരിക്കുന്ന, എന്താ മറ്റേ കുനാഫയുടെ ചോക്ലേറ്റോ ഒക്കെ ഉണ്ട്, അതൊക്കെ ഇരിക്കുന്ന കണ്ടപ്പം അതിൻ്റെ പല വെറൈറ്റി പല സൈസിലുള്ളതുണ്ട്. അതൊക്കെ എടുത്ത് നോക്കി അതിൽ നിന്ന് ഒരെണ്ണം ടേസ്റ്റ് നോക്കാനായിട്ട് വാങ്ങിക്കുകയൊക്കെ ചെയ്തു. അവിടെ സ്പെഷ്യലാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുള്ള ഡെസേർട്ട്സ് കേക്കുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുവഴി പോകുമ്പോൾ ഇത് അവർക്ക് പലയിടത്ത് ഔട്ട്ലെറ്റ്സ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്നൊക്കെ വാങ്ങിക്കാവുന്നതാണ്. നല്ല ഫ്രഷ് ക്രീമിലുള്ള പേസ്ട്രിയും ഒക്കെ നമുക്കവിടെ അവൈലബിൾ ആണ്. ഇത് അവളവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെന്താ, അവൾക്ക് കേക്ക് കിട്ടിയതിൻ്റെ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട്. അത് കഴിക്കാനായിട്ട് അവൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. ചോക്ലേറ്റിൻ്റെ ഫ്ലേവറിലുള്ള പേസ്ട്രി എപ്പോഴും തന്നെ ചോദിക്കും, പക്ഷേ എപ്പോഴും വാങ്ങിച്ച് കൊടുക്കാറില്ല. അങ്ങനെ നമ്മുടെ കേക്കും വാങ്ങിക്കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഗൂഗിൾ പേ ഒക്കെ ചെയ്തു. അപ്പം പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്കാണ്. വീട്ടിൽ ചെന്നിട്ട് വലിയ കാര്യമായിട്ടുള്ള ഒന്നുമില്ല. എൻ്റെ ചേച്ചിമാർക്കാണെങ്കിലും വരാൻ സാധിച്ചില്ല. അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ സാധാരണ കുറേയേറെ ചേച്ചിമാരും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് കുറേ പേരുണ്ടാവും. ഇതിപ്പം അവരും ബിസി ആയിരുന്നു ഓരോരോ തിരക്കുകളിൽ. അപ്പം വളരെ ലളിതമായ രീതിയിൽ എല്ലാവരും കൂടെ ചേർന്ന് വീട്ടിലുള്ള അച്ഛനും അമ്മയും പിന്നെന്താ അവൾ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ വിജയ മിസ്, രാകേഷ് ഏട്ടൻ, അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ക്യാമറയ്ക്ക് മുന്നിൽ വരാത്ത കുറച്ച് വളരെ ചുരുക്കം ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അവളവിടെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട്. ചോക്ലേറ്റ് വേണമെന്ന് അവൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു. പിന്നെ എൻ്റെ വക ഒരു മാംഗോ വെച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അവൾ കേക്ക് കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം എന്താ, കേക്കിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാനുള്ളൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും അടിപൊളിയായിട്ട് അവളുടെ ഹാപ്പിനെസ്സിനനുസരിച്ച് ഒരു ഓർമ്മയാക്കി ആ ഒരു ബർത്ത്ഡേയും കഴിഞ്ഞു. ഭയങ്കര സന്തോഷമായിരുന്നു അവൾക്ക്. അവൾ ഓരോ ബർത്ത്ഡേ കഴിയുമ്പോഴും ഓരോ രീതിയിൽ, അവളൊന്നും ആവശ്യപ്പെടാറില്ലെങ്കിൽ പോലും അവളുടെ ബർത്ത്ഡേ എപ്പോഴും മെമ്മറബിൾ ആക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇതെല്ലാവരും കൂടെ നിന്ന് അവൾ കേക്ക് കട്ട് ചെയ്യുകയാണ്. ചെറുതായിരുന്നപ്പോഴൊക്കെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവൾക്ക് എന്താ പറയുക, നമ്മുടെ ഊതിക്കെടുത്തുമ്പോഴൊക്കെ ചെറിയ കരച്ചിലും ആളുകളെല്ലാം കൂടെ കാണുമ്പോൾ ഉള്ള ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ്. പ്രത്യേകിച്ചും ക്രീം കഴിക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ കാണുന്നത്. അങ്ങനെ എല്ലാവരുടെയും എന്താ പറയുക, പ്രാർത്ഥനയോടെ അനുഗ്രഹത്തോടെയൊക്കെ എൻ്റെ കുഞ്ഞ് ഇങ്ങനെ വളർന്ന് വരട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ എപ്പോഴും ഉണ്ടാവണം കേട്ടോ. ചാച്ചുവിൻ്റെ അമ്മമ്മ, ചാച്ചു അമ്മമ്മ എന്നാണ് അവൾ വിളിക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ്. പിന്നെ രാകേഷങ്കിൾ, അവളുടെ പ്രിയപ്പെട്ട രാകേഷങ്കിൾ, വിജയ മിസ്, അവരോടൊക്കെ ഉള്ള അവൾക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളവരാണ്. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ എന്താ പറയുക, അവൾ ക്രീമൊക്കെ തോണ്ടി തേച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബർത്ത്ഡേ കൂടി കഴിഞ്ഞു എൻ്റെ കുഞ്ഞിന്. ഞങ്ങളുടെ കുഞ്ഞിന് ഒരു വയസ്സ് കൂടിയിരിക്കുന്നു. അപ്പം വളരെ ഓർമ്മയിൽ നിൽക്കുന്ന സന്തോഷകരമായ ഒരു ദിവസത്തിൻ്റെ എന്താ പറയുക, കുറേ എക്സൈറ്റ്മെൻറ്റ്സ് മനസ്സിലുണ്ട്. അതെല്ലാം എനിക്ക് പറഞ്ഞ് എത്തിക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷെ
എന്താ പറയുക, ഞങ്ങൾ നല്ല കൂട്ടാണ്. അമ്മയുടെ കുഞ്ഞ്, അമ്മയും മോളും എല്ലാവരും ആയിട്ട് അവൾ ഇങ്ങനെ ഭയങ്കര ഇണങ്ങി നിൽക്കുന്ന ആളാണ്. അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള വളരെ ഹാപ്പി ആയിട്ട് ഉള്ള കുഞ്ഞായിട്ട് എന്നും വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ബിരിയാണി അല്ല, ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ. ഫ്രൈഡ് റൈസും ചിക്കനും എല്ലാം എൻ്റെ സ്പെഷ്യലായിരുന്നു കേട്ടോ. അതെന്നും അങ്ങനെയാണ്. അപ്പോൾ ഇനിയും കാണാം.